അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും വർഷയെ കാണാൻ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ മധുസൂദനാണെങ്കിലും മനസ്സൊക്കെ മാറിയിട്ട് ഇപ്പം നല്ല ആളായി മാറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഫോൺ വിളിച്ചാൽ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിൽ സംസാരിക്കുന്നുണ്ട്. ആരോടും ഒരു ദേഷ്യമില്ല. എന്തായാലും അയാൾ ശരിക്കും മാറിയിട്ടുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ദേവുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ ദേവുവിൻ്റെ അമ്മ ശരത്തും കൂടി എന്തായാലും പോണ വഴിയിൽ നമ്മുടെ അരുൺ ഇവരെ കാണുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട എന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ അരുണും ഇവരുടെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മുടെ ദേവുവിനെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. നമ്മുടെ ദേവുവിൻ്റെ അമ്മ വേഗം നമ്മുടെ രേവതിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. രേവതി സച്ചി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ദേവുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല, ഞങ്ങൾ രണ്ടാളും വരുന്ന സമയത്ത് റൂമിൽ ബോധം കെട്ട് കിടക്കുമായിരുന്നു, എന്താ ഡോക്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മുടെ അരുണാണെങ്കിലോ മെഡിസിനെ കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നമ്മുടെ ദേവുവിൻ്റെ അമ്മയ്ക്ക് എതിരെ നീട്ടിയിട്ട് പറയുന്നത് അമ്മയെ മെഡിസിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി അപ്പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നത്, നീ എന്താടാ അവിടെ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അരുണ് പറയുന്നത്, നീ എന്താടാ അവിടെ. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നത്, നീ കാരണമാണ് അവൾക്ക് ഇങ്ങനത്തെ അവസ്ഥയിൽ വന്നു പെട്ടത് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വരുണ് പറയുന്നത്, ഞാനല്ല ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ സച്ചി അരുണിനോട് പോകാൻ പറയുന്നുണ്ട്. നമ്മുടെ അരുണ് പറയുന്നത്, ഞാൻ പോയില്ല, നീ എന്താണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായാലും രണ്ടാളും അടി കൂടുന്നുണ്ട്. രണ്ടാളും അടി കൂടുന്ന സമയത്ത് നമ്മുടെ രേവതിക്കാണെങ്കിൽ ഇത് കണ്ട് സഹിച്ച് നിൽക്കാൻ പറ്റില്ല. രേവതി പറയുന്നത്, വേണ്ട സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് എന്തായാലും തടയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചി ഒന്നില്ലെങ്കിൽ നമ്മുടെ അരുണിന് വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ അരുൺ ഒന്നും കൂടി നമ്മുടെ സച്ചിയോട് സോറിയൊക്കെ പറഞ്ഞ് രണ്ടാളും കോംപ്രമൈസ് ആവേണ്ടി വരും. എന്നാൽ മാത്രമേ ഇപ്പോൾ ഈ കല്യാണം മുന്നോട്ട് പോവുള്ളൂ. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഇത് കണ്ടറിയാം. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.